കേരളത്തിലെ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് IPS ഉദ്യോഗസ്ഥനായി ചന്ദ്രശേഖർ വരികയാണ്. ചന്ദ്രശേഖർ വളരെ അഹങ്കാരമുള്ള ആളായിരുന്നു. പാവപ്പെട്ടവരെ കണ്ടാൽ പോലും ഒരു അനുകമ്പയും കാണിക്കുവാറില്ല. ചന്ദ്രശേഖറിൻ്റെ മുഖത്ത് എപ്പോഴും അഹങ്കാരത്തിൻ്റെ ഭാവമുണ്ടായിരുന്നു. ഗസ്റ്റ് ഹൗസിലേക്ക് ചന്ദ്രശേഖർ എത്തിയപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരെല്ലാവരും ഭയത്തോടെ ഒരു നിമിഷം ചന്ദ്രശേഖറിനെ നോക്കി. അതേസമയം ഗസ്റ്റ് ഹൗസിൽ വലിയൊരു ക്രൂരത നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചന്ദ്രശേഖരൻ്റെ അമ്മയും പെങ്ങളും കൂടി ചന്ദ്രശേഖരൻ്റെ ഭാര്യയായ മീരയെ മാനസികമായി തളർത്തുകയായിരുന്നു. ചന്ദ്രശേഖരൻ്റെ അമ്മ ദേഷ്യത്തോടു കൂടി തന്നെ മീരയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ മീരയാകട്ടെ 8 മാസം ഗർഭിണിയായിരുന്നു. മീര വലിയ വയറുമായി നിശബ്ദമായി അവിടെ നിന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു. ചന്ദ്രശേഖരൻ്റെ അമ്മ ദേഷ്യത്തിൽ തന്നെ, സ്ത്രീധനമൊന്നുമില്ലാതെ IPS ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായി സുഖിക്കാമെന്ന് നീ ഇവിടെ കരുതിയോ എന്ന് കടുപ്പമായി ചോദിച്ചു. പെങ്ങളും അതിൽ കൂടി പറഞ്ഞു, നമ്മുടെ ഈ വീടിൻ്റെ പേരെന്താണെന്ന് നിനക്കറിയുമോ? ഇവിടെ വരാൻ പോകുന്നത് നിനക്ക് യോഗ്യതയില്ല. നീ എന്താണ് ഇവിടേക്ക് കൊണ്ടുവന്നത്? മീരയ്ക്ക് അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒന്നും പറയാനായില്ല. അവൾ തലകുനിച്ചു നിന്നു. അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരാളുടെ സ്നേഹം ലഭിച്ചിരുന്നില്ല. അതിനിടെയാണ് ചന്ദ്രശേഖർ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയത്. വലിയ കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് കയറിയപ്പോൾ ചന്ദ്രശേഖർ കണ്ടത് അമ്മയും പെങ്ങളും ചേർന്ന് നിർവയറുമായി നിൽക്കുന്ന മീരയെ അപമാനിക്കുന്ന കാഴ്ചയായിരുന്നു. പക്ഷേ ചന്ദ്രശേഖർ അവളെ രക്ഷിക്കുവാൻ ഒന്നും പറഞ്ഞില്ല. പകരം ചന്ദ്രശേഖരും അവരുടെ ഒപ്പം തന്നെ കൂടി കടുപ്പത്തോടു കൂടി തന്നെ മീരയെ നോക്കി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, ഇവിടെ നിൽക്കുന്നത് എന്തിന്? അകത്തേക്ക് പോ എന്ന്. ചന്ദ്രശേഖരൻ്റെ കണ്ണുകളിൽ സ്നേഹമൊന്നുമില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞതു മുതൽ ചന്ദ്രശേഖർക്ക് മീരയെ ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. അവൾ ദാരിദ്ര്യ കുടുംബത്തിൽ നിന്നുള്ളവളായിരുന്നു. സ്ത്രീധനമൊന്നുമില്ലാതെ ഈ വീട്ടിലെത്തിയത് കൊണ്ട് തന്നെ അവൾക്ക് എപ്പോഴും അപമാനം മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. മീരയുടെ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നാൽ വയറ്റിന് കുഞ്ഞിനായി അവൾ എല്ലാം സഹിച്ച് നിശബ്ദമായി നിന്നു. ചന്ദ്രശേഖർക്ക് അധികാരവും പണവും മാത്രമാണ് പ്രാധാന്യം. മനുഷ്യരുടെ വികാരങ്ങളോ ബന്ധങ്ങളോ അവന് വിലയില്ലായിരുന്നു. മീരയെ വിവാഹം കഴിച്ചിട്ടും അവൾക്കൊരിക്കലും അവൻ്റെ മനസ്സിൽ സ്ഥാനം ലഭിച്ചിട്ടില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു രാത്രി ഗസ്റ്റ് ഹൗസിൽ വീണ്ടും വലിയ വഴക്കുണ്ടായി. അമ്മയും പെങ്ങളും വീണ്ടും മീരയെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. സ്ത്രീധനമൊന്നുമില്ലാതെ ഈ വീട്ടിൽ നിന്ന് വന്നു, ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് അവർ കടുപ്പത്തോടെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. വലിയ വയറുമായി അവൾ നിശബ്ദമായി നിൽക്കുകയായിരുന്നു. അവളുടെ കൈ വയറ്റിൽ വെച്ച് കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ അവൾ പതുക്കെ അവിടെ നിൽക്കുന്നു. അവസാനം ചന്ദ്രശേഖർ കഠിനമായി പറഞ്ഞു, ഇവിടെ നിന്ന് നീ ഇപ്പോൾ തന്നെ പോകണം, ഇന്ന് തന്നെ. ആ വാക്കുകൾ കേട്ട് മീര ഒരു നിമിഷം ഞെട്ടിപ്പോയി. എനിക്ക് പോകുവാൻ മറ്റൊരിടമില്ല എന്ന് അവൾ നിറകണ്ണുകളുമായി പറഞ്ഞു. ഞാൻ ഗർഭിണിയല്ലേ, ദയവായി എന്നെ പുറത്താക്കരുത് എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷേ ചന്ദ്രശേഖർ ആ വാക്കുകളൊന്നും കേട്ടില്ല. ഒടുവിൽ മീര ചന്ദ്രശേഖരൻ്റെ കാലിൽ വീണ് അപേക്ഷിച്ചു, ദയവായി ഈ കുഞ്ഞ് ജനിക്കുന്നത് വരെയെങ്കിലും എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കൂ എന്ന് അവൾ കരഞ്ഞു പറഞ്ഞു. പക്ഷേ ചന്ദ്രശേഖരൻ്റെ ഹൃദയം കല്ല് പോലെയായിരുന്നു. അവൻ മീരയെ എഴുന്നേൽപ്പിച്ചില്ല. അമ്മയും പെങ്ങളും അവളെ പരിഹസിച്ച് നോക്കി നിന്നു. ഇവിടെ കരഞ്ഞിട്ട് കാര്യമില്ല, ഉടനെ തന്നെ പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് മീരയെ പിടിച്ച് പുറത്താക്കി ചന്ദ്രശേഖർ. ഒരു നിമിഷം പോലും കരുണ കാണിക്കാതെ അവർ മീരയെ ആ വലിയ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. മീരയ്ക്ക് കയ്യിൽ ചെറിയൊരു ബാഗും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ അവളുടെ കുറച്ച് പഴകിയ വസ്ത്രങ്ങളും മാത്രമായിരുന്നു. നിറവയറുമായി അവൾ പതുക്കെ ആ വീടിൻ്റെ വാതിൽ കടന്നു പുറത്തേക്ക് നടന്നു. രാത്രി സമയം, ചുറ്റും നിശബ്ദത. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ഒരിക്കൽ സ്വന്തം വീടായി കരുതിയ ആ വലിയ വീട് ഇന്ന് അവൾ അവസാനമായി തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം അവളുടെ ഹൃദയം തകർന്നു പോയിരുന്നു. വയറ്റിൽ കുഞ്ഞുമായി കയ്യിൽ ചെറിയൊരു ബാഗും ആരുമില്ലാതെ അവൾ ആ ഇരുണ്ട രാത്രിയിൽ നടന്നു തുടങ്ങി. അവൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് അവൾക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. മീരയുടെ ജീവിതം ആ രാത്രി മുഴുവനായി മാറിപ്പോയിരുന്നു. വയറ്റിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞ് മാത്രം കൂട്ടായി അവൾ ഇരുണ്ട വഴിയിലൂടെ നടന്നു. പോകാൻ അവൾക്ക് മറ്റൊരിടവും ഉണ്ടായിരുന്നില്ല. മാസങ്ങൾക്ക് മുൻപ് തന്നെ ആകെയുള്ള മീരയുടെ അമ്മയും മരിച്ചുപോയിരുന്നു. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്ന ചിന്ത വന്നപ്പോൾ അവളെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തടയുവാനായില്ല. ആ നിമിഷമാണ് മീരയുടെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത വന്നത്. അതെ, മീരയുടെ പ്രിയപ്പെട്ട ടീച്ചർ. സ്കൂളിൽ പഠിച്ചിരുന്ന കാലം തൊട്ടേ മീരയ്ക്ക് ടീച്ചറെ വളരെ സ്നേഹമായിരുന്നു. ടീച്ചർക്കും മീരയോട് അതുപോലെ തന്നെയായിരുന്നു. മീരയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം ചോദിച്ച് ആശ്വസിപ്പിക്കുന്നത് ടീച്ചറായിരുന്നു. എനിക്കൊരാളുണ്ടെങ്കിൽ അത് ടീച്ചറാണെന്ന് മീര മനസ്സിൽ പറഞ്ഞു. ആ ചിന്ത മീരയ്ക്ക് ചെറിയൊരു ധൈര്യം നൽകി. ആ രാത്രി തന്നെ കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെ മീര തൻ്റെ പ്രിയപ്പെട്ട ടീച്ചറുടെ വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. വയറ്റിൽ കുഞ്ഞിനെ കരുതിയും കയ്യിൽ ചെറിയൊരു ബാഗും പിടിച്ച് അവൾ പതുക്കെ മുൻപോട്ട് നടന്നു. അങ്ങനെ ആ രാത്രി തന്നെ മീര തൻ്റെ പ്രിയപ്പെട്ട ടീച്ചറുടെ വീട്ടിലെത്തി. മുൻപിൽ നിൽക്കുന്ന മീരയെ കണ്ടപ്പോൾ ടീച്ചർ ഒരു നിമിഷം ഞെട്ടി. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ നടന്നതെല്ലാം ടീച്ചറോട് വിശദമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ ടീച്ചർ ഒരു നിമിഷം മീരയെ ചേർത്ത് പിടിച്ചു.
നീ കരയണ്ട, നിനക്കിനി ഞാനുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. മോളെ, നീ ഒറ്റയ്ക്കല്ല എന്ന് ടീച്ചർ കൂട്ടിച്ചേർത്തു. ആ ആലിംഗനം മീരയ്ക്ക് വലിയൊരു ആശ്വാസമായി. ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഒരാൾ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചതായിരുന്നു അത്. ടീച്ചർ അവളെ അകത്തേക്ക് കൊണ്ടുപോയി. ഇനി നീ ഇവിടെ തന്നെയാണ് കഴിയേണ്ടതെന്ന് ഉറപ്പായി പറഞ്ഞു. അങ്ങനെ മീര ടീച്ചറുടെ വീട്ടിൽ തന്നെ കഴിയുവാൻ തുടങ്ങി. ടീച്ചർ അവരെ സ്വന്തം മകളെ പോലെ തന്നെ ടീച്ചർ മീരയെ കണ്ടു. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ മീര സുന്ദരനായ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിനെ ആദ്യമായി കയ്യിലെടുത്തപ്പോൾ മീരയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. എൻ്റെ കുഞ്ഞ് എന്ന് കണ്ണുനീരോടെ അവൾ പറഞ്ഞു. ടീച്ചറും ആ കുഞ്ഞിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ആ വീട്ടിൽ വീണ്ടും സന്തോഷം നിറഞ്ഞു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും മീരയുടെ മനസ്സിൽ ആ മുറിവ് ഇപ്പോഴും ഉണ്ടായിരുന്നു. ചന്ദ്രശേഖരൻ്റെ വീട്ടുകാരും ചെയ്ത ക്രൂരതകൾ അവൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിഞ്ഞില്ല. ആ രാത്രിയിലെ ആ അപമാനം, വേദന എല്ലാം അവളുടെ മനസ്സിൽ ഇപ്പോഴും തെളിഞ്ഞു നിന്നിരുന്നു. എന്നാലും തൻ്റെ കുഞ്ഞിനെ നോക്കുമ്പോൾ അവൾക്കൊരു തീരുമാനമുണ്ടായിരുന്നു. ഇനി അവൾ കരയുന്ന മീരയല്ല, തൻ്റെ കുഞ്ഞിനായി ശക്തിയായി ജീവിക്കുന്ന ഒരു അമ്മയാണ്. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ മീരയുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ മായുന്നില്ലായിരുന്നു. ഒരു ദിവസം തൻ്റെ കുഞ്ഞിനെ നോക്കിയിരിക്കുമ്പോൾ മീര വലിയൊരു തീരുമാനത്തിലെത്തി. എൻ്റെ കുഞ്ഞ് ഞാൻ അനുഭവിച്ചതുപോലെ ഒരിക്കലും അനുഭവിക്കരുത്. അവൾ മനസ്സിൽ ഒരു ദൃഢപ്രതിജ്ഞയെടുക്കുന്നു. ഞാനൊരു IAS ഓഫീസറാകണം. അത് എളുപ്പമല്ലെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ അവൾ പിന്നോട്ട് പോകാൻ തയ്യാറായില്ലായിരുന്നു. അവളുടെ കുഞ്ഞിനെ ആലോചിച്ച് പകൽ സമയം അവൾ വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന ചെറിയ ജോലികളെല്ലാം ചെയ്തു. ചിലപ്പോൾ ഓൺലൈൻ ജോലികൾ, ചിലപ്പോൾ ചെറിയ ട്യൂഷൻ ജോലികളും എല്ലാം ചെയ്തു. അങ്ങനെ കിട്ടുന്ന ചെറുവരുമാനത്തിൽ അവൾ അവളുടെ ചെലവുകളെല്ലാം നടത്തിയിരുന്നു. രാത്രിയായാൽ കുഞ്ഞുറങ്ങുമ്പോൾ മീര പുസ്തകങ്ങൾ തുറന്ന് പഠിക്കുവാനിരിക്കും. പല രാത്രികളും ഉറക്കമില്ലാതെ പഠിച്ചു. കണ്ണുകൾ ക്ഷീണിച്ചാലും പുസ്തകം അടച്ചിരുന്നില്ല. അവളുടെ അരികിൽ എപ്പോഴും ടീച്ചറുണ്ടായിരുന്നു. നിനക്ക് കഴിയും മോളെ, നീ ഒരു നാൾ വലിയ ആളാകുമെന്ന് ടീച്ചർ എപ്പോഴും അവളെ പ്രോത്സാഹിപ്പിച്ചു. ടീച്ചറെ പിന്തുണ മീരയ്ക്ക് വലിയ ശക്തിയായി. അങ്ങനെ പകൽ ജോലി ചെയ്ത് രാത്രി രാവന്തിയോളം കഷ്ടപ്പെട്ട് അവൾ പഠിക്കുവാൻ തുടങ്ങി. എന്നാൽ മീര പുറത്തായതിനു ശേഷം അധികം കാലം കഴിഞ്ഞില്ല. പണക്കാരിയായ ഒരു യുവതിയെ ചന്ദ്രശേഖർ വിവാഹം ചെയ്തിരുന്നു. വലിയ സ്ത്രീധനവും സ്വത്തുമുള്ള കുടുംബമായിരുന്നു അത്. വിവാഹം വലിയ ആഡംബരത്തോടെ നടത്തി. വലിയ ആളുകളും രാഷ്ട്രീയക്കാരും ആ ചടങ്ങിൽ പങ്കെടുത്തു. പക്ഷേ വിവാഹം കഴിഞ്ഞിട്ടും ചന്ദ്രശേഖരന്റെ അഹങ്കാരത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പണവും അധികാരവും കൂടുന്തോറും ചന്ദ്രശേഖരന്റെ അഹങ്കാരം കൂടുതൽ വളർന്നു. ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥനായിട്ടും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചന്ദ്രശേഖർ ചെയ്തു. പല കേസുകളിലും പണം വാങ്ങി തെറ്റായ തീരുമാനങ്ങളെടുത്തു. ചില കുറ്റവാളികളെ പണം വാങ്ങി രക്ഷപ്പെടുത്തി. പണമുണ്ടെങ്കിൽ എല്ലാമാകാം എന്നായിരുന്നു ചന്ദ്രശേഖരന്റെ വിശ്വാസം. എന്നാൽ മാസങ്ങൾ നിമിഷ നേരം കൊണ്ട് കടന്നുപോയി. മാസങ്ങൾ വർഷങ്ങളായി മാറി. ആ വർഷങ്ങളിലുടനീളം മീരയുടെ ജീവിതം ഒരേയൊരു ലക്ഷ്യത്തിനായി മാത്രമായിരുന്നു. ഒരു IAS ഓഫീസറാകണം എന്ന സ്വപ്നം. തളർച്ചയും വിഷമവും പലപ്പോഴും അവളെ കീഴടക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ പിന്നോട്ട് പോയില്ല. എനിക്ക് ജയിക്കണം, എൻ്റെ കുഞ്ഞിന് വേണ്ടി എന്നായിരുന്നു അവളുടെ മനസ്സിലെ ഒരേയൊരു വാക്ക്. ടീച്ചർ എപ്പോഴും അവൾക്കരികിലിരുന്നു. അങ്ങനെ വർഷങ്ങളുടെ പരിശ്രമത്തിന് ശേഷം മീര IAS പ്രിലിമിനറി പരീക്ഷ വിജയിച്ചു. ആ വാർത്ത കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ സന്തോഷത്തിന്റെ കണ്ണുനീർ നിറഞ്ഞു. പക്ഷേ അവൾ അവിടം കൊണ്ട് നിർത്തിയില്ല. കൂടുതൽ കഠിനാധ്വാനം ചെയ്തു, കഠിനമായി പഠിച്ചു. അവൾ മെയിൻ പരീക്ഷയും വിജയിച്ചു. അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. അവസാനം അവൾ ഒരു IAS ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ടു. പോസ്റ്റിംഗ് തിരഞ്ഞെടുക്കുവാനുള്ള അവസരം വന്നപ്പോൾ മീര ഒരു തീരുമാനമെടുത്തു. അവൾ തന്റെ സ്വന്തം ജില്ലയിലേക്ക് വന്ന് തന്നെ പോസ്റ്റിംഗ് വാങ്ങിച്ചു. ആ ദിവസം വലിയ ആഡംബരമോ ആഘോഷമോ ഒന്നുമില്ലാതെ അവൾ അവളുടെ ആ ജില്ലയിലേക്ക് തന്നെ കളക്ടറായി ജോയിൻ ചെയ്തു. അതെ, അവളെ ആട്ടിപ്പുറത്താക്കിയ അപമാനിച്ചു വിട്ട അതേ നാട്ടിലേക്ക് ഇപ്പോൾ അവൾ ഒരു വലിയ സ്ഥാനത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം നടന്നിട്ടും ചന്ദ്രശേഖറും കുടുംബവും അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരിക്കൽ അവർ അപമാനിച്ച് പുറത്താക്കിയ മീര ഇപ്പോൾ ആ ജില്ലയിലെ IAS ഓഫീസറായി എത്തിക്കഴിഞ്ഞുവെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ജില്ലയിൽ ജോലിയിൽ പ്രവേശിച്ച ആദ്യ ദിവസം തന്നെ മീര വളരെ ശാന്തമായി കാര്യങ്ങൾ നിരീക്ഷിച്ചു. ആരും അവളെക്കുറിച്ച് കൂടുതൽ അറിയുന്നില്ലായിരുന്നു. ഒരു സാധാരണ കർശനമായ ഒരു IAS ഓഫീസർ എന്ന നിലയിലാണ് അവളെ കണ്ടത്. പക്ഷെ മീരയുടെ മനസ്സിൽ മറ്റൊരു തീരുമാനം കൂടിയുണ്ടായിരുന്നു. ഈ ജില്ലയിൽ വർഷങ്ങളായി നടക്കുന്ന അഴിമതികൾ അവസാനിപ്പിക്കണം. അവൾ പതുക്കെ ഫയലുകൾ പരിശോധിക്കുവാൻ തുടങ്ങി. പഴയ കേസുകൾ, അടച്ചുപൂട്ടിയ അന്വേഷണങ്ങൾ, പെട്ടെന്ന് അവസാനിപ്പിച്ച റിപ്പോർട്ടുകൾ എല്ലാം അവൾ സൂക്ഷ്മമായി പരിശോധിച്ചു. അവൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി. പല കേസുകളിലും ഒരേ ഒരു പേര് വീണ്ടും വീണ്ടും കാണപ്പെടുന്നു. അത് ചന്ദ്രശേഖരൻ്റെയായിരുന്നു. ചന്ദ്രശേഖരൻ്റെ അധികാരം ഉപയോഗിച്ച് പല കുറ്റവാളികളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. പണം വാങ്ങി കേസുകൾ ദുർബലമാക്കിയിരിക്കുന്നു. ചില റിപ്പോർട്ട് മാറ്റി, ചില അന്വേഷണങ്ങൾ തന്നെ നിർത്തിയിരിക്കുന്നു. മീര അതെല്ലാം വളരെ രഹസ്യമായി അന്വേഷിക്കാൻ തുടങ്ങി. ആരും സംശയിക്കാതിരിക്കാൻ അവൾ വളരെ സൂക്ഷ്മമായി പ്രവർത്തിച്ചു. വിശ്വസിക്കാവുന്ന ചില ഉദ്യോഗസ്ഥന്മാരെ മാത്രം അവൾ തൻ്റെ കൂടെ ചേർത്തു. പഴയ ഫയലുകൾ വീണ്ടും തുറന്നു. ബാങ്ക് ഇടപാടുകൾ, സ്വത്തുരേഖകൾ, ഫോൺ രേഖകൾ എല്ലാം പരിശോധിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ചന്ദ്രശേഖർ വർഷങ്ങളായി അധികാരം ദുരുപയോഗം ചെയ്തു കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് അവൾക്ക് കിട്ടിയിരിക്കുന്നു. അവൾ ഇതെല്ലാം നിരത്തിവെച്ചുകൊണ്ട് തന്നെ ചന്ദ്രശേഖരനെ IPS പദവിയിൽ നിന്ന് പുറത്താക്കുവാൻ ശ്രമിച്ചു. അവളുടെ റിപ്പോർട്ട് വളരെ ശക്തമായിരുന്നു. അതിനുശേഷം അധികം സമയമെടുത്തില്ല. ചന്ദ്രശേഖരൻ്റെ ഔദ്യോഗിക അന്വേഷണത്തിന് വഴിയായി അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു.
ഒരിക്കൽ തൻ്റെ അഹങ്കാരത്തിന് അഹങ്കരിച്ച് ജീവിച്ചിരുന്ന ആ മനുഷ്യൻ ഇപ്പോൾ അതേ അധികാരത്തിൻ്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നു. ഇതൊന്നും ചെയ്തത് ആരാണ് ചന്ദ്രശേഖരന് ഇപ്പോഴും അറിയില്ലായിരുന്നു. ചന്ദ്രശേഖരൻ്റെ സസ്പെൻഷൻ വാർത്ത പുറത്തു വന്ന ശേഷം ചന്ദ്രശേഖർ ഏറെ കോപത്തോടെയും ആശങ്കയിലൂടെയുമായിരുന്നു. ഇതാരാണ് ചെയ്തതെന്ന ചോദ്യം ചന്ദ്രശേഖരൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉയർന്നു വന്നു. അപ്പോഴാണ് ജില്ലയിൽ പുതുതായി വന്ന കളക്ടറെക്കുറിച്ച് ചന്ദ്രശേഖർ കേട്ടത്. പുതിയ കളക്ടർ വളരെ കർശനമാണ്, പല അഴിമതികളും കാര്യങ്ങളും വീണ്ടും പരിശോധിക്കുമെന്ന് പലരും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചന്ദ്രശേഖർ ഉടനെ തീരുമാനമെടുത്തു. കളക്ടറെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണം. അടുത്ത ദിവസം രാവിലെ തന്നെ കളക്ടർ ഓഫീസിലേക്ക് ചന്ദ്രശേഖരനെത്തി. ഓഫീസിന് പുറത്തെത്തിയപ്പോൾ ചന്ദ്രശേഖർ കണ്ടത് അവിടെ നിരവധി പാവപ്പെട്ട ആളുകൾ കളക്ടറെ കാണുവാൻ കാത്തു നിൽക്കുകയായിരുന്നു. കർഷകരും വയോധികരും സ്ത്രീകളും ഓരോരുത്തരും തങ്ങളുടെ പ്രശ്നങ്ങൾക്കായി അവിടെ നിന്നു. പക്ഷേ ചന്ദ്രശേഖർ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇതുവരെ ചന്ദ്രശേഖർ എവിടെ പോയി നിന്നാലും ആളുകൾ അവന് വഴിമാറി കൊടുത്തിട്ടേ ഉള്ളൂ. അവൻ നേരെ അകത്തേക്ക് നടക്കുവാൻ ശ്രമിച്ചു. അപ്പോഴാണ് കളക്ടർ സെക്രട്ടറി ചന്ദ്രശേഖരനെ തടഞ്ഞത്. സർ, ഇവിടെ ഇത്ര ആളുകൾ കളക്ടറെ കാണുവാൻ നിൽക്കുകയാണ്, നിങ്ങളും അവിടെ കാത്തു നിൽക്കണമെന്ന് സെക്രട്ടറി പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ ചന്ദ്രശേഖർ ഒരു നിമിഷം അസ്വസ്ഥനായി. ഇത്ര വർഷമായിട്ടും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന അവനെ ആരും ഇതുപോലെ നിർത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ചന്ദ്രശേഖരന്. അങ്ങനെ ചന്ദ്രശേഖർ അവിടെ മണിക്കൂറുകളോളം കാത്തുനിന്നു. 2 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ചന്ദ്രശേഖരൻ്റെ പേര് വിളിച്ചത്. ചന്ദ്രശേഖരൻ അകത്തേക്ക് കടന്നു. കളക്ടർ തൻ്റെ മേശയ്ക്ക് പിന്നിൽ നിന്ന് ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു. മീരയുടെ മുഖം ഫയലുകൾ കൊണ്ട് ഭാഗികമായി മറിഞ്ഞിരുന്നു. ചന്ദ്രശേഖർക്ക് മീരയുടെ മുഖം വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണ് കാര്യമെന്ന് മീര ശാന്തമായി തന്നെ ചോദിച്ചു. ചന്ദ്രശേഖർ മീരയുടെ മുൻപിലിരുന്ന് തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങി. എൻ്റെ ജോലിയെക്കുറിച്ചും തെറ്റായ റിപ്പോർട്ട് പോയിട്ടുണ്ടെന്നും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ദയവായി അത് പരിശോധിച്ച് എൻ്റെ സസ്പെൻഷൻ നീക്കണമെന്നും പറഞ്ഞു. ചന്ദ്രശേഖർ സംസാരിക്കുമ്പോഴും കളക്ടർ തലകുനിച്ച് ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചന്ദ്രശേഖരൻ്റെ മുന്നിലിരിക്കുന്ന ആ കളക്ടർ മീര തന്നെയാണെന്ന് ചന്ദ്രശേഖരൻ ഇപ്പോഴും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചന്ദ്രശേഖർ പറഞ്ഞ് എല്ലാ വാക്കുകളും അവസാനിച്ചപ്പോൾ മീര പതുക്കെ തല ഉയർത്തി ഫയൽ താഴേക്ക് മാറ്റി മുഖം വ്യക്തമായി കാണിച്ചു. ആ നിമിഷം ചന്ദ്രശേഖർ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞെട്ടി. അതെ, ചന്ദ്രശേഖരൻ്റെ മുന്നിലിരിക്കുന്നു മറ്റാരുമല്ല, മീര തന്നെയായിരുന്നു. ഒരു നിമിഷം ചന്ദ്രശേഖരൻ സംസാരിക്കുവാൻ പോലും കഴിഞ്ഞില്ല. ചന്ദ്രശേഖരൻ്റെ മുഖത്ത് അതിശയവും ഭയവും ഒരുമിച്ച് തെളിഞ്ഞു. മീര ചന്ദ്രശേഖരനെ ഒരു നിമിഷം നോക്കി. അവളുടെ കണ്ണുകൾ ഇപ്പോഴും അടങ്ങിയിരിക്കുന്ന വേദനയും ദേഷ്യവും വ്യക്തമായിരുന്നു. അന്ന് പെരുവഴിയിൽ ഗർഭിണിയായി എന്നെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചപ്പോൾ ഒരിക്കലും ഞാൻ ഈ നിലയിൽ നിൽക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് ഉറച്ച സ്വരത്തിൽ മീര ചോദിച്ചു. ആ വാക്കുകൾ ചന്ദ്രശേഖരൻ്റെ ഹൃദയത്തിൽ ഇടിച്ചതുപോലെയായിരുന്നു. ചന്ദ്രശേഖർ തലകുവച്ച് നിശബ്ദമായി നിന്നു. ചന്ദ്രശേഖർ ചെയ്ത തെറ്റുകളെല്ലാം അവൻ്റെ മുൻപിൽ വീണ്ടും തെളിഞ്ഞു. അത് കണ്ടപ്പോൾ അവനൊന്നും പറയാതെ തന്നെ പതുക്കെ കസാരയിൽ നിന്ന് എഴുന്നേറ്റു. ചന്ദ്രശേഖരൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും അഹങ്കാരമില്ലായിരുന്നു, പകരം വലിയൊരു ഞെട്ടലും ലജ്ജയും മാത്രമായിരുന്നു. ചന്ദ്രശേഖർ ഓഫീസിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് നടന്നു. വാതിലിന് പുറത്തെത്തിയപ്പോൾ അകത്തു നിന്നൊരു ചെറിയ കുട്ടി ശബ്ദം കേട്ടു. അമ്മേ! ഒരു ചെറിയ കുട്ടി ഓടിയെത്തി മീരയെ കെട്ടിപ്പിടിച്ചു. മീര ഉടൻ തന്നെ അവനെ ചേർത്ത് പിടിച്ചു. അത് കണ്ടപ്പോൾ ചന്ദ്രശേഖർ അവിടെ നിൽക്കുകയായിരുന്നു. അവൻ്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി തോന്നി. ആ കുഞ്ഞിനെ നോക്കുമ്പോൾ അവന് സത്യം മനസ്സിലായി. അത് തൻ്റെ സ്വന്തം കുട്ടിയായിരുന്നു. മീര കുഞ്ഞിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ വേദനയില്ലായിരുന്നു, ശക്തിയായിരുന്നു. പക്ഷേ ചന്ദ്രശേഖരൻ്റെ മനസ്സിൽ വലിയൊരു കുറ്റബോധവും. ആ ദിവസം കളക്ടർ ഓഫീസിൽ നടന്ന സംഭവം ചന്ദ്രശേഖരൻ്റെ ജീവിതം മുഴുവനായി മാറ്റിമറിച്ചു. മീര തൻ്റെ വികാരങ്ങൾക്ക് വഴങ്ങാതെ നിയമം പോലും പ്രവർത്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവൾ വീണ്ടും എല്ലാ കേസുകളെല്ലാം തന്നെ ചന്ദ്രശേഖരന് എതിരെ കൊണ്ടുവന്നു. കുറ്റവാളി, പണം വാങ്ങി കേസുകൾ ദുർബലമാക്കിയവൻ, അധികാരം ദുരുപയോഗം ചെയ്തു, അഴിമതി നടത്തി അനധികൃതമായി സ്വത്തുക്കൾ സമ്പാദിച്ചു, അങ്ങനെ എല്ലാ തെളിവുകളും. ചന്ദ്രശേഖരൻ്റെ അഴിമതിക്കുള്ള തെളിവുകൾക്കൊപ്പം മറ്റൊരു കാര്യം അന്വേഷണത്തിൽ മുന്നോട്ട് വന്നു. ഗർഭിണിയായ ആദ്യ ഭാര്യയെ ക്രൂരമായി വീട്ടിൽ നിന്ന് പുറത്താക്കിയ സംഭവം. മീര അതെല്ലാം നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോയി. ഒടുവിൽ ചന്ദ്രശേഖരൻ്റെ ഔദ്യോഗികമായി കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അന്വേഷണങ്ങൾക്കൊടുവിൽ ചന്ദ്രശേഖരനെ ശിക്ഷ വിധിച്ചു. അതെ, ചന്ദ്രശേഖർ ജയിലിൽ കഴിയേണ്ടി വന്നു. ആ കാലത്ത് വലിയ അധികാരത്തിൽ ജീവിച്ചിരുന്ന ചന്ദ്രശേഖർ ഇപ്പോൾ ജയിലിൽ തടവുകാരനായി മാറിയിരിക്കുന്നു. അതേസമയം ചന്ദ്രശേഖർ പിന്നീട് വിവാഹം കഴിച്ച പണക്കാരിയായ ഭാര്യ ഈ സംഭവങ്ങളെല്ലാം കണ്ട ശേഷം അവനിൽ നിന്ന് അകന്നു പോയിരുന്നു. ഒടുവിൽ ഡിവോഴ്സ് വാങ്ങി ആ ഭാര്യ രക്ഷപ്പെട്ടു. കേസുകൾ നേരിടാനും വക്കീൽമാരെ ഏർപ്പെടുത്താൻ ചന്ദ്രശേഖർ തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം വിറ്റഴിക്കേണ്ടി വന്നു. ഒരിക്കൽ പണവും അധികാരവും അഹങ്കാരം കൊണ്ട് ജീവിച്ചിരുന്ന ചന്ദ്രശേഖരൻ്റെ ജീവിതം ഇപ്പോൾ തകർന്നിരിക്കുന്നു. അതേസമയം മീര തൻ്റെ മകനോടൊപ്പം സത്യസന്ധമായി തൻ്റെ ജോലികൾ ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. മീര തൻ്റെ വ്യക്തിഗത വേദനകൾ എല്ലാം മനസ്സിലൊതുക്കി വെച്ച് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു: ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ജില്ലയിലെ പാവപ്പെട്ട ജനങ്ങൾക്കാണ് അവൾ കൂടുതൽ പ്രാധാന്യം നൽകിയത്. മുമ്പ് ഓഫീസുകളുടെ വാതിലുകൾക്ക് മുന്നിൽ മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടും ആരും കേൾക്കാത്ത അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ മീര ശ്രദ്ധയോടെ കേട്ടു. ഓരോ ദിവസം രാവിലെ ഓഫീസിലെത്തി ആദ്യം അവൾ ജനങ്ങളെ നേരിട്ട് കാണും. കർഷകരുടെ പ്രശ്നങ്ങൾ, തൊഴിലാളികളുടെ വിഷമങ്ങൾ എല്ലാം അവൾ പരിഹരിച്ചു. ഒരു കാലത്ത് താൻ വെറും ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു. ഇപ്പോൾ ഈ നിലയിലെത്തിയിട്ടും അവൾ പാവങ്ങളോട് നല്ല രീതിയിലാണ് ബഹുമാനം കാണിക്കുന്നത്. ജില്ലയിൽ പല നല്ല മാറ്റങ്ങളും ഉണ്ടായി. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീടുകൾ ലഭിച്ചു, കർഷകർക്ക് വേണ്ട സഹായങ്ങൾ ലഭിച്ചു, പല അഴിമതികളും അവസാനിച്ചു.